ഗൈസ് ഇന്ന് സഫിയുടെ മെഹന്തിയാണ്. അപ്പൊ നമ്മൾ അതിന് പോവാനായിട്ടാണ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ വെളിയിലോട്ട് പോയി. അങ്ങനെ നമ്മൾ മെഹന്തിക്ക് പോവാൻ ഇറങ്ങിയിരിക്കുകയാണ്. മെഹന്തിക്ക് മെഹന്തിക്ക് പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, അവിടെ പോയിട്ട് കാണാം. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങൾ? കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ? എല്ലാണത്തിനും തലയുടെ മണ്ടയിൽ കൊതു വന്ന് വട്ട ചുടി വന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ. കൊതുവാ കൊള്ളാല്ലേ? അയ്യോ, ഡെക്കറേഷൻസ് ഒക്കെ കൈ കാണിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലോറൽ തീമാന്ന് തോന്നുന്നു. അവള് ഒരുങ്ങായിരിക്കും. എന്റെ പൂവൊക്കെ വെക്കുന്നേ ഉള്ളു. കണ്ടോ, അവര് സെറ്റ് ചെയ്യുന്നതേ ഉള്ളു. ആലിനെ വിളിച്ചോ, കാലി എന്തിനായാലും കാണും. ഗൈസ് നമ്മളിവിടെ ഓരോരുത്തരെയും വിളിച്ചോണ്ടിരിക്കുകയാണ്, മാറിയും തിരിഞ്ഞ്. ആരും ഇല്ല ഗൈസ്. പക്ഷെ നമ്മൾ കസിനെ കണ്ടു. അവളുടെ കസിനെ കണ്ടു. മിണ്ടി അമ്മത്തോന്ന്. അങ്ങനെ അബ്രാമി വന്ന് ചേർന്നിരിക്കുകയാണ്. ഒന്ന് തൊട്ട് നോക്ക്. എന്താണ് പറയാനുള്ളത്? സുഖം, സന്തോഷം, സമാധാനം. പിന്നെ ഈ നിമിഷത്തിൽ വളരെ സന്തോഷം. ആർക്ക്? സഭയുടെ കല്യാണമല്ലേ, അപ്പൊ നമുക്ക് സന്തോഷം. നമ്മളൊന്നും കല്യാണം കഴിക്കണ്ടേ? പോയി കേട്ടു പിള്ളേരെ. എൻട്രി, ഫസ്റ്റ് എൻട്രി, സാന്ദ്രയുടെ എൻട്രി. ഇരിക്കാൻ പറഞ്ഞു ഗൈസ്. ഞാനിത് വിടും. ഗൈസ് അങ്ങനെ അവളുടെ സംഗീതിന്റെ ഡെക്കറേഷനൊക്കെ ഇതാണ്. ഒരു എസ്തെറ്റിക് വൈ ഡെക്കറേഷൻ. ഏത് കളർ പറയുന്നത്? ഞാൻ ഗോൾഡ് ആയിരിക്കും എന്ന് പറയാം. അവളുടെ ഡ്രസ്സല്ലേ, ഡ്രസ് ഇവിടെ ഡെക്കറേഷൻ വെച്ചിട്ട് പിങ്കോ ഗ്രീനും ആയിരിക്കും. ഞാൻ ഗോൾഡ് പറയുന്നു. എടേ, നീ എന്താ പറയുന്നത്? സഫിയുടെ ഡ്രസ്സിന്റെ കളർ എന്തോ ആയിരിക്കും? ഒരു ഗസ്. വയലറ്റ്. വയലറ്റാ? വയലറ്റോ? ഞാൻ ഗോൾഡ്. വയലറ്റ് ആവാൻ ചാൻസ് ഇല്ല. പിങ്കോ ഗ്രീനും ആയിരിക്കും. ഞാൻ ഗോൾഡൻ. നമുക്ക് നോക്കാം.
ഇട്ടോണ്ടിരിക്കുകയാണ് അവിടെ. നമ്മള് ഇവിടെ അതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുവാണ്. പറ. വിശക്കുന്നു. നശിപ്പിച്ചു. അല്ല, ആദ്യം എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. പക്ഷെ ദിവ്യ പറഞ്ഞ ആദ്യം വിശക്കുന്നു. അപ്പൊ എനിക്ക് വിശക്കും. ഞാൻ മനസ്സിലാ. എത്ര മണിയായി? നീ കഴിക്കാറായാ? 8 മണിയായി. 8 മണിയായാ? എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഫുഡ് വളരെ സന്തോഷം. ഫുഡൊന്നും അതല്ല, വേറെ എന്താണ് പറയാനുള്ളത്? വേറെ കണ്ണു നടച്ചാണ്. ഓ, എന്ത് വഴി തിളക്കുന്നേ. ഈ വർഷം നമ്മുടെ കല്യാണമാണ് ഗൈസ്. നീ എന്ത് കണ്ണു കൊണ്ടിട്ട് ലിപ്സ്റ്റിക്ക? അല്ല, ഇവളുടെ മറ്റു സംഭവം എന്റെയാണോ? എന്റെ കണ്ടില്ല. എന്തുകൂടി പ്രയാസങ്ങളൊക്കെ കാണിക്കുന്ന. ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് ഓടുന്നതായിരിക്കും. ഡ്രസ് എന്തൊക്കെയാണ് പറയാനുള്ളത്? അടിപൊളി. സബിനെ കണ്ടില്ലേ നിങ്ങള്? അങ്ങോട്ട് പോയില്ല, നമ്മൾ ദൂരെന്ന് കണ്ടു. ഒരു മിന്നായം പോലെ ഫോട്ടോ എടുക്കാൻ പോയി ഫോട്ടോ എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് എടുക്കാം. വരുന്നോ കഴിക്കാൻ? ഇല്ല, ടൈമായില്ല. തിന്നിട്ടായിരിക്കും വന്നില്ലേ? ആണോ? നമ്മളെ കഴിക്കാത്തവരെ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അവിടെയാണ് ഫുഡ്. ഗൈസ്, നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളി ഫുഡാണ്. ഹലോ പൈനാപ്പിൾ. സ്പോൺസർ ചെയ്യുന്നു. പിന്നെ ഹയാത്ത് ടീമിന്റെ ഫുഡായിരുന്നു. അടിപൊളിയായിരുന്നു. തിന്നിട്ടൊക്കെ അനങ്ങാൻ പോലും വൈ. ഇപ്പൊ സത്യം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഫുൾ എനർജിയോട് കൂടി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. പിടിച്ചോ. നമുക്ക് കൊറേ തിരിഞ്ഞു മറിഞ്ഞൊക്കെ 5-6 ഫോട്ടോ ഒക്കെ എടുക്കണം. എന്തൊക്കെയാ പിള്ളേര്
കേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, കുനാഫ ഉണ്ട്, എല്ലാം ഉണ്ട്. അയ്യോ വായിക്കാത്തോട്ട് കയറിപ്പോയി അവള് എന്നെ ഇല്ല. ലിപ്സ്റ്റിക് വെച്ചില്ല. ലിപ്സ്റ്റിക്ക് തേച്ചില്ലേ? ഇത്ര നേരം തേച്ചത് പോരെ. നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ സഫിയുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ്. പിന്നെ എന്റെ ചേച്ചിയാണ് നമ്മളെ കാറിൽ കൊണ്ടുവന്നത്. അങ്ങനെ നമുക്ക് കുറിക്കാൻ അവസാനം സീറ്റ് തീർക്കുകയാണ്. ഇപ്പം അവരുടെ മറ്റേ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സഫിയ ആ ഒരു സംഭവത്തിനകത്ത് ഇരിപ്പുണ്ട്. അവളിപ്പം ഇറങ്ങും. എൻട്രി കാണും സഫിയ അടിപൊളി. കൊറേ ആംഗിൾമാര് ഇരുന്ന് സിദ്ധായിരുന്നു. അവരെ എണീറ്റത് നമ്മൾ കയറിയിരുന്നു. ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പൊ അവര് കഴിക്കണേ ഇപ്പൊ നമ്മളെ സീറ്റിൽ കയറി ഇരുന്നാ മിടിക്ക് വരുന്നു. മിടിക്കുള്ള അങ്ങനെ എന്താ അതൊക്കെ അത്രേ ഉള്ളു. എന്താണ് ഇതുവരെയായിട്ട് ഒന്നും നടന്നില്ല. അവള് വന്നില്ല. നമ്മളിങ്ങനെ ഇതാ ഇപ്പൊ വരുന്നു, അതാ വരുന്നു, അതേ വരുന്നു പറഞ്ഞ് നോക്കിയിരിക്കുന്നല്ലാതെ അവള് വരുന്നില്ല. ലിപ്സ്റ്റിക് ഉണ്ടോന്നാ? എന്റെ ചുമന്ന ലിപ്സ്റ്റിക് കാണാനില്ല. വീട്ടിട്ട് പോയായിരുന്നു നീ കണ്ടാ? നീ ഞാൻ കണ്ടില്ല. ഇന്നലെ ഇന്ന് തുമ്മാരായിരുന്നു. ഇന്ന് പക്ഷെ തുമ്മിയാ ശരിയാത്തില്ല. കുഴപ്പമില്ല. ഞാൻ പിന്നെ വേറെ ബ്രഷ് ഒക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അതില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കുള്ള മേക്കപ്പ് എല്ലാം മാറി ഇട്ടിട്ട്. നിനക്ക് ഞാൻ എന്തോ വരയ്ക്കാനാ? എന്റേത് ഇല്ല, എനിക്ക് പിരിയം കുറവാണ്. എനിക്ക് പിരിവ് അതുകൊണ്ടാണ് ഞാൻ പിരിയം വരയ്ക്കാൻ നമസ്കാരം യൂസ് ചെയ്യുന്നത്. കൺപീലിക്കാണ് നമസ്കാരം യൂസ് ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്റെ പിരിയം ഇതാക്കാൻ വേണ്ടി ഇതാക്കിയേക്കും. പിന്നെ കണ്ടുന്നോ എന്റെയും സാന്ദ്രയുടെയും അഭ്യർത്ഥന പ്രമാണിച്ച് ദിവ്യ ഇന്ന് മുടി അടിപൊളിയായിട്ട് കെട്ടിക്കൊണ്ടൊക്കെ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ ലെഹങ്കയുടെ കൂടെ പോണിട്ടേലും കെട്ടിക്കൊണ്ട് വന്നേന്. നമ്മൾ അങ്ങനെയുള്ള ഒരുത്തിയാണ്. കല്യാണത്തിന് വരുമ്പോ നമ്മൾ അച്ഛരി അല്ലെങ്കിൽ എല്ലാരും കൺട്രി ആണെന്ന്. സഫി ഇപ്പൊ വരും. എൻട്രി ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. സാന്ദ്രയൊക്കെ അവിടെ നിൽക്കുന്ന. സാന്ദ്ര മേളിൽ നിൽക്കുക. നമ്മൾ ഇരുന്നെടുത്തിരിക്കുക. കുഴപ്പമില്ല. അവക്ക് 5 ചേച്ചിക്ക് ആളുണ്ട് വോട്ട്. ഇവിടെ എവിടെയോ ആണ് ഗായ്സ് സാന്ദ്ര ഇരിക്കുന്നത്. എവിടെയാണെന്ന് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഗായ്സ് റെഡിയായി നിൽക്കുകയാണ് സഫിയയുടെ എൻട്രിക്ക് വേണ്ടി. നിന്ന് നമ്മൾ ഒരു വഴിയായി. അതെ അതെ. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വന്നാൽ തിന്നാൻ കിട്ടിയാ മതി. അതെ അതെ, തിന്നാൻ എന്തെങ്കിലും കിട്ടും. വിശക്കുന്നു ഗായ്സ്.
സമയം ആയില്ല വേണേ. നീ തിന്ന് എന്തൊക്കെയോ, ഞങ്ങളൊന്നും തിന്നില്ല, വെള്ളം പോലും കുടിച്ചില്ല. നിനക്ക് വെള്ളം നീ കഴിച്ചില്ലേടി? ഒന്നും കിട്ടിയില്ല. ഒരപ്പം തന്നിട്ട് വന്നേ. ഒരപ്പം മാത്രം. ഞാനും ഒരപ്പം. ഞാൻ പിന്നെ സ്ഥിരം അത്ര വെൽക്കം ഡ്രിങ്ക് കുടിച്ചില്ലേടി? ഇല്ല, ഒന്നും കിട്ടിയില്ല. വെൽക്കം ഡ്രിങ്ക് കിട്ടിയില്ലേ? ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല, അതാ പറഞ്ഞത്. ഞങ്ങള് വെൽക്കം കഴിച്ചില്ല, എന്റെ സ്നാക്ക് ഒന്നും കഴിച്ചില്ല, ഒന്നും കിട്ടിയില്ല. ഒന്നും ഇല്ലായിരുന്നു, തീർന്നാ? കിട്ടിയില്ല ഞങ്ങക്ക്. നമുക്കെല്ലാം കിട്ടി ഗൈസ്, നമ്മളെല്ലാം തിന്നിട്ടാണ് പറയുന്നത്. മൊത്തം അവിടെ മൊത്തം പരിധിയിട്ട് വന്നത്. വിഷമമായി ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞല്ലേ? കല്യാണമായിട്ട് താലിയുണ്ടോ? ഞാന് പള്ളിയിൽ വെച്ച് കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നു. ഇനി മാലയിട്ട് കഴിഞ്ഞാണോ? ഇവിടെ ഇനി എങ്ങനെയായിരിക്കും മാല? ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അത് കഴിച്ചിട്ട് വന്നിട്ട് വേണം ഗിഫ്റ്റ് കൊടുക്കാൻ. അതൊക്കെ മാറ്റാം. ഏക്കാ കഴിക്കാൻ പോവാ. എണീര്. പൂ മോഷ്ടിക്കുന്നു. ഗൈസ്, ഫുഡ് കഴിക്കാൻ പോണതിന്റെ തിരക്കാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥലം ഉണ്ടാടേ. ഇവിടെ അല്ലേ കയറുന്നു? ഇത് ഇറങ്ങുന്ന സ്ഥലമാണോ? കേറണേ. അങ്ങനെ നമുക്ക് ഐസ്ക്രീമും ബ്രൗണിയും കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ബ്രൗണി. ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അതൊരു പുകയില്